എല്ലാവർക്കും നമസ്കാരം. ട്രിപ്പ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മാഹിയിലേക്കാണ്. അപ്പോൾ ഇന്ന് ദീപ ആദ്യം എൻ്റെ കൂടെ ഇല്ല. ഇന്നത്തെ ഒരു ഫാമിലി ട്രിപ്പല്ല, നമ്മൾ ബാരിയേഴ്സ് ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ട് മാഹിയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ആലുവയിൽ റൈഡ് ചെയ്താണ് നമ്മൾ പോണത്. അപ്പോൾ രണ്ടുപേര് ഇവിടെ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും വഴിയെ പരിചയപ്പെടാം. അപ്പോൾ രണ്ടുപേര് നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ കസാക്ക് ആലുവയിൽ തന്നെയുള്ള ആളാണ്. ഇത് ബജാജ്, ആൾ കൊല്ലത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ആൾ കയറിയാണ്. ഇപ്പോൾ രാവിലെ വെളുപ്പിന് തന്നെ ആൾ ആലുവയിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഒരു 6:30 ആവണുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വഴിയെ കാണാം. അപ്പോൾ നമ്മൾ തൃശ്ശൂരടുത്ത് കൊടകര എന്നുള്ള സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടുന്ന് ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, രാഹുൽ. അപ്പോൾ എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ച ഒരാളുടെ ആളാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയേക്കുണ്ട്. ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടില്ല. അപ്പോൾ അതിനും ഒരു ഇന്ത്യൻ കോളേജ് ഉണ്ടപ്പോൾ അവിടെ കയറിയേക്കാണ്. ഫ്രഷാൻ വേണ്ടിയിട്ട് ആൾ ഇന്നലെ കയറിയതാണല്ലോ കൊല്ലത്തുണ്ട്. അപ്പോൾ ആൾ ഫ്രഷാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പോൾ നമ്മളുടെ മിനിപ്പമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ എത്തിയിട്ടാണ്. അപ്പോൾ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു 120 കിലോമീറ്ററോളം പോകുന്നു. ഇനി ഇവിടെ നിന്ന് ഒരു 130 കിലോമീറ്ററോളം ഉണ്ടെങ്കിൽ മാഹിക്ക്. കോഴിക്കോടിന് ഒരു 30 കിലോമീറ്റർ ഇപ്പുറം വരെ എത്തിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ബജാജ് ആകെ ആവശ്യമായി പോയി. ആൾ ഇന്നലെ കൊല്ലത്ത് കയറിയിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ആൾക്ക് ഒട്ടും പറ്റുള്ള വണ്ടിയിൽ ഇരുന്ന് ഉറക്കം വന്നിട്ട് രക്ഷയില്ല. അപ്പോൾ ആൾ ഒരു സ്റ്റോപ്പ് കണ്ട വഴി വന്ന് കിടക്കണം. ആൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ആള് ഈ ബെഞ്ച് കണ്ട വഴി കയറി കിടക്കണേണ്ട. നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മളിതേ മാഹി എത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 1 കിലോമീറ്ററുള്ളൂ നമുക്ക് പോകാനുള്ള സ്ഥലം. അപ്പോൾ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതേ മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകണം. ഇതാണ് വിനയൻ ചേട്ടൻ. വിനയൻ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് നമ്മളിപ്പോൾ വന്നേണത്. അപ്പോൾ മാഹിയിലെ വിശേഷങ്ങളൊക്കെ വിനയൻ ചേട്ടൻ പറയും. മാഹി ഇത് വിജിത്തിൻ്റെ സ്ഥലം കണ്ണൂരല്ലേ? പയ്യന്നൂര്. ആ, നിൻ്റെ ഇനി പറയണ്ടേ? ഇതാരാണ്? കണ്ടിട്ടില്ല. ചോദിച്ചേട്ടാ. ഓക്കെ. ഷജിത്ത് തൃശ്ശൂര്, ശ്രീനാഥ് നിലമ്പൂര്. റാഷിദ്. ഇത് റാഷിദിനെ ആദ്യമായിട്ട് കാണാനുണ്ടോ? അവിടെ സ്ഥലം എവിടെയാ? കോട്ടയ്ക്കൽ. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഇവിടുന്ന് നേരെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോകണ്ട. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. മറ്റേ രണ്ടുപേരോട്ട്
നമ്മൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇറക്കാൻ പോവാണ്. വണ്ടിക്ക് ബൈക്കിന് 20 രൂപയാണ് ഒരു വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അവിടെ പോവാം. കാണുമോ? അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഒരു റൗണ്ടൊക്കെ അടിച്ച് തിരിച്ചു വന്നിട്ട് അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഈ മുഴപ്പിലങ്ങാട് ബീച്ച് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ബീച്ചാണ്. കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിൻ ബീച്ചാണ്. പിന്നെ കേരളത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ചാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ബീച്ചാണിത്. അപ്പോൾ ഞങ്ങൾ മാഹിയിൽ നിന്നാണല്ലോ വന്നത്. മാഹിയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട് ഈ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക്. അപ്പോൾ എല്ലാവരും അവിടെ വെള്ളത്തിൽ വണ്ടിയൊക്കെ ഇറക്കി അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും പോയിട്ട് നമുക്ക് കൊതി മാറാനുള്ളൂ. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് പോയിട്ട് വന്നു. ഇനിയും ഒന്നുകൂടിയും പോകണം. ഇനിയും കുറേ പോകണം നമുക്ക് തോന്നണം.
മുഴുപ്പിലങ്ങാട് ബീച്ച് കഴിഞ്ഞ് തിരിച്ച് നേരെ മാഹിയിലെത്തിയിട്ടാണ്. അപ്പൊ അടിപൊളിയാണ് ബീച്ച്. ഒരു ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ബീച്ചിൽ പോണത്, ഡ്രൈവിൻ ബീച്ച്. അടിപൊളിയാണ്. അപ്പൊ നമ്മൾ തിരിച്ച് മാഹിയിലെത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇത് എന്റെ സുഹൃത്താണ് നൗഷീർ. അപ്പൊ ആള് വരാൻ കുറച്ച് വൈകി. ഞങ്ങള് മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നിൽക്കുമ്പോഴാണ് ആള് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ എടുത്തപ്പോൾ ആള് ഉണ്ടായിരുന്നല്ലോ, എപ്പോഴാണ് എത്തിയത്. അപ്പൊ നാളെ ഉണ്ടാകും. അപ്പൊ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മള് നാളെ കാണാം പുതിയ വ്ളോഗില്. അപ്പൊ എല്ലാവർക്കും പറയാം. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം.